ഇന്ന് ജൂലൈ 11 ഒരാഴ്ച മുമ്പ് അതിർത്തിയിൽ, അതായത് ഉത്തർപ്രദേശിലെ സൊനൌലി എന്ന് പറയുന്ന അതിർത്തി പ്രദേശത്ത് നിന്ന് ഒരു അമേരിക്കൻ പൗരനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് ജോർഡൻ ബ്രൗൺ. അത് ഇപ്പോൾ അറിയാവുന്ന പേര്. ഇതിനിടയ്ക്ക് തന്നെ അദ്ദേഹം 2 പേരുകൾ മാറ്റി പറഞ്ഞു. ഒന്ന് സാം ബ്രൗൺ എന്നും പിന്നെ ലോഗൻ മില്ലർ എന്നും. ചോദ്യം ചെയ്യലിനെ ചെറുക്കാൻ, പ്രതിരോധിക്കാൻ തീവ്ര മിടുക്ക് കാണിച്ചു. ഒന്നിനും വഴങ്ങാതെ. കയ്യിൽ 2 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ശ്രീലങ്ക വഴി വന്നതാണെന്ന് പറയുന്നു. കയ്യിൽ 2 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന രണ്ടും ഇയാൾ ഇതിനിടയിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സാധാരണഗതിയിൽ വന്ന വിസയില്ല, യാത്രാരേഖകൾ ഒന്നുമില്ല. സാധാരണഗതിയിൽ വന്ന ഒരു യാത്രക്കാരനാവട്ടെ, ടൂറിസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു സഞ്ചാരി ആവട്ടെ, മൊബൈൽ ഫോൺ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പറഞ്ഞാൽ മതി. ശരിയാണ്, ഞാനിങ്ങനെ അലഞ്ഞു നടന്ന് ഭാരതത്തിൽ നിന്ന് പോകാൻ തോന്നിയില്ല, നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതാണ് പിടികൂടിയത്. ഇതിനു മുമ്പ് ഒരാളെ അറസ്റ്റ് ചെയ്ത കഥ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതുപോലെ തന്നെ US നിന്നുള്ള CIHRനാണെന്ന് പറയപ്പെടുന്നു. 2, FCRA നിയമം കേന്ദ്രം കടുപ്പിക്കുന്നു. 3, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാങ്ചുക്ക് പോലെയുള്ള ഇമാതിരി ആന്തോളൻ ജീവികളായി അഭിനയിക്കുന്ന, അല്ലെങ്കിൽ അഭിനവ പോരാളികളായി അഭിനയിക്കുന്ന, രാജ്യദ്രോഹം എന്ന് മാത്രം പറഞ്ഞാൽ പോലുള്ളൂ, വിദേശത്ത് നിന്ന് പണം പറ്റി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ പറയേണ്ട ഭാഷ എന്താണെന്ന് എനിക്കറിയില്ല. നോക്കൂ, പലതരത്തിലുള്ള അധികാര വ്യാമോഹങ്ങൾ, ദുർമോഹങ്ങളെല്ലാം കൊണ്ട് പലതരത്തിലുള്ള കോംപ്രമൈസുകൾ പലരും നടത്തിയിട്ടുണ്ടാവാം. നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്, വോട്ടിന് വേണ്ടി, പദവിക്ക് വേണ്ടി. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന, ആസൂത്രണം ചെയ്യുന്ന ഏജൻസികളെ നമ്മളിപ്പോൾ മോദി, ട്രംപ് കെട്ടിപ്പിടിച്ചാലും കൈ കൊടുത്താലും സൗഹൃദം പറഞ്ഞാലും ആത്യന്തികമായി അവിടെ ഒരു പവർ സെന്റർ, അത് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ CIA എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരു രാജ്യം വളരുന്നതിന് അംഗീകരിക്കില്ല. ഇനിയും അങ്ങോട്ട് അത് ഉണ്ടാവില്ല. അതിനൊപ്പമാണ് നമ്മൾ കാണുന്നത് ചൈനയുടെ അസ്വസ്ഥത ഭാരതത്തിന്റെ വളർച്ചയിൽ. ഇതിനിടയിൽ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ലൈറ്റർ സെൻസിൽ നിന്ന് മാറി കാണേണ്ട ഒരു സംഗതി, ഈ SFI അടക്കമുള്ളവർ തിരിച്ചറിയേണ്ട, എങ്ങനെ തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. അത് ശീലമായിപ്പോയി. ആ പാർട്ടി ജന്മമെടുത്തത് മുതൽ ഇവിടെയല്ല. അതിൻ്റെ ഈ വലത് കമ്മ്യൂണിസ്റ്റ് ആയാലും ഇടത് കമ്മ്യൂണിസ്റ്റ് ആയാലും ഇത് ആരെ ചൊല്ലി ആണയിട്ട് കഴിഞ്ഞാലും ഈ 2 പാർട്ടികളുടെയും ഒരിക്കലും ഇവിടെ ആയിരുന്നില്ല. കുറെ കാലത്തോളം ഭാരതവും സോവിയറ്റ് യൂണിയനും ഒരുമിച്ച് നിന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യം, അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കൊപ്പവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പവും നിന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും, പിന്നെ ഇവരിൽ നിന്ന് ചേരിതിരിഞ്ഞു പോയി വിപ്ലവം ഉണ്ടാക്കിയ മാവോയിസ്റ്റ് പാർട്ടികൾക്കും ഒന്നും ഭാരതത്തോടായിരുന്നില്ല. ഊണും ഉറക്കവും എല്ലാ ബെനിഫിറ്റും ഇവിടെ നിന്നായിരിക്കുമ്പോഴും ആ ഗൗരവത്തോടെ ഇതിനെ കാണണ്ടേ ഗൗതം? അതെ, ഉറപ്പായിട്ടും കാരണം ഈ FCRA പോലെയുള്ള നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണല്ലോ. ഇപ്പോൾ മഴക്കാല സമ്മേളനം മറ്റന്നാളിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ മഴക്കാല സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായ ബില്ലും, ഒപ്പം ഈ രാജ്യദ്രോഹികളുടെ നെഞ്ചത്ത് അവസാനത്തെ ആണിയടിക്കുന്ന ഒരു ബില്ലുമായിരിക്കും ഈ FCRA എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഈ സോനം വാങ്ചുക്ക്, നമ്മൾ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ ഇവരെ ആന്തോളൻ ജീവികളെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒന്ന്, ഇപ്പം നേരത്തെ അത് പ്രജിത്ത് സൂചിപ്പിച്ചിരുന്നു. നോക്കൂ, ജമ്മു കാശ്മീർ 2019 അതിനെ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചുകൊണ്ട് ലഡാക്ക് അടങ്ങുന്ന പ്രദേശത്തെ ഒരു കേന്ദ്രഭരണമാക്കി മാറ്റിയത് തന്നെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായി ലഡാക്ക് നിൽക്കുന്ന ഘട്ടത്തിൽ ആ സ്ഥലത്തിന് ഒരു പരിഗണനയും ലഭിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് അത് ബുദ്ധിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരുന്ന ബുദ്ധ ഭൂരിപക്ഷമായിട്ടുള്ള പ്രദേശമായിരുന്നു ലഡാക്ക് എന്നുള്ളതാണ്. ലഡാക്ക് അടങ്ങുന്ന പ്രദേശം. ഇനി ജമ്മു ആണെങ്കിൽ അവിടെയും അവഗണന ഉണ്ടായിരുന്നു, അത് ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട എല്ലാ പുരോഗതിയും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കശ്മീർ വാലിയെ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പിന്നീട് കശ്മീരിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആക്കിയത്. അപ്പോൾ നോക്കൂ, സോനം വാങ്ചുക്കിനെ പോലുള്ള ആൾക്കാർ ലഡാക്കിൽ പ്രശ്നമുണ്ടാക്കി. ലഡാക്കിൽ പ്രശ്നമുണ്ടാക്കിയത് എങ്ങനെയാണ്? വെറും സമരമല്ല, അവിടെ ഓഫീസുകൾ തീയിട്ട് സർക്കാർ സംവിധാനങ്ങൾ അടിച്ചുപൊളിച്ചു കലാപമാണ്. ലഡാക്കിൽ അങ്ങനത്തെ കലാപങ്ങൾ പ്രാദേശികമായി ഉണ്ടാകുന്നതല്ല. ലഡാക്ക് എപ്പോഴും സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്ററാണ്. കാരണം നമുക്ക് ചൈനയ്ക്ക് നേരെയാണെങ്കിലും പാകിസ്ഥാന് നേരെയൊക്കെ ആണെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സേഫ് സോണായിട്ട് നമ്മുടെ സൈനിക സംവിധാനം ഉപയോഗിക്കുന്ന സ്ഥലത്ത് സോനം വാങ്ചുക്കിനെ പോലുള്ള ആൾക്കാർ ഭാരത വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കി. അപ്പോൾ ഇതിന് പിന്തുണ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ പറയുന്ന ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുടെയൊക്കെ സഹായം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ തീർച്ചയായിട്ടും പൂട്ടുന്നതായിരിക്കും ഈ മഴക്കാല സമ്മേളനത്തിൽ വരാൻ പോകുന്ന ഈ സുപ്രധാനമായിട്ടുള്ളൊരു ബില്ലെന്നാണ് എനിക്ക് പറയാം. ലാസ്റ്റ് വേർഡ് പ്രജിത് മോഹൻ, ഒരു മിനിറ്റ്. അതായത് ഇതിൽ കാണേണ്ട കാഴ്ച ആദ്യം തന്നെ പറഞ്ഞു, SFI, MA ബേബി,
അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് വളരെ വേണമെങ്കിൽ പരിഹസിക്കാം സോഷ്യൽ മീഡിയയിലൂടെ. MA ബേബിയും SFI പ്രതിനിധികളും സൗഹൃദ സന്ദർശനത്തിനായി ചൈനീസ് എംബസിയിൽ പോയതുകൊണ്ടുണ്ട്. ഇവിടെ ഈ സമരം നടക്കുന്നു, അവിടെ പോയി അവരുടെ തോളിലേറുന്നു, എന്നിട്ട് ചൈനീസ് എംബസിയിൽ പോകുന്നു, എന്നിട്ട് ഇതൊക്കെ നിഷ്കളങ്കമാണെന്ന് നമ്മൾ ധരിക്കണം. വേറെ ഒരു എംബസിയിലും ഇവർ പോയി കണ്ടില്ലല്ലോ. പണ്ട് മറ്റേ എവിടെ മഴ പെയ്തെന്നോ തീ പിടിച്ചെന്നോ ആമസോണിലാണ് തീ പിടിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് നടത്തിയ ആ കോമഡി ഷോ പോലും ഇപ്പൊ കാണുന്നില്ലല്ലോ. സ്വാഭാവികമായും FCRA കൊണ്ടുവരാൻ പോകുന്നത് ഇവരെല്ലാം വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് 2008 ചൈനയിൽ പോയി മറ്റേ കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്ത രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, ആ കരാർ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധിയും ചൈനയും തമ്മിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒപ്പിട്ടൊരു കരാറുണ്ട് 2008. അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ലാൻഡിലും ചങ്കരാന്തിലും എല്ലാം അവിടെ പോയി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ നിന്ന് സമ്മാനങ്ങളും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ രീതിയിലുള്ള പണം കിട്ടുന്നുണ്ടോ? ആ പണം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് വഴികളിൽ വരും? ഇനി ഏതൊക്കെ NGOകൾ വരുന്ന പണമാണ് ഈ പറയുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നത്? ഇതിനെല്ലാമുള്ള കണ്ടുപിടുത്തവും ഇതെല്ലാം കണ്ടുപിടിക്കുന്നതുമായിരിക്കും ഇനിയുള്ള നാളുകൾ. അതോടൊപ്പം തന്നെ ഇതിനൊക്കെയുള്ള നിയന്ത്രണങ്ങളും വരികയാണ് FCRA. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന പ്രതിഷേധങ്ങളും എല്ലാം അരങ്ങേറുന്നത് എന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് FCRA ഭേദഗതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, രാജ്യവിരുദ്ധമായിട്ടുള്ള ഈ ഫണ്ടിങ് മുഴുവൻ പൂർണ്ണമായും അതിൻ്റെ കടക്കൽ കത്തിവയ്ക്കുക. അപ്പോഴറിയാം എത്ര കാലം ഈ പറയുന്ന ചൈന ഇവരെ സഹായിക്കുമെന്ന്, രാഹുൽ എന്തിനാണ് പോയി ഒപ്പിട്ടതെന്നും എല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നോട്ട് നിരോധനം വന്നതോടുകൂടി അടഞ്ഞുപോയ ഒരു വലിയ ഇടനാഴിയുണ്ട്. കള്ളപ്പണത്തിന്റെ തീവ്രവാദത്തിനായി, ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാനായി, അതുപോലെ തന്നെ കള്ളനോട്ട് ഇവിടേക്ക് ഒഴുക്കി മറ്റ് GCC രാഷ്ട്രങ്ങൾ വഴി കള്ളനോട്ട് ഇവിടേക്ക് ഒഴുക്കി ഇവിടത്തേക്ക് സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ഒരു പദ്ധതി പൊളിഞ്ഞു പാളിശായിപ്പോയി. അതുപോലെ തന്നെ ഈ FCRA എന്ന് കാണിച്ച് സഭകളെയും ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഉമ്മാക്കി കാണിച്ച് ഇത് പള്ളി പിടിച്ചെടുക്കാൻ, സഭയെ കീഴ്പ്പെടുത്താൻ, സഭയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ എന്നൊക്കെ പ്രചാരണം നടത്തുക. ഒന്ന് ഓർക്കുക, എന്താണ് FCRA? വിദേശത്ത് നിന്ന് വരുന്ന പണം എന്തിന് ചെലവഴിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു, എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, ഇതിന് കൃത്യമായ റെക്കോർഡ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം. ഇത്രയേ പറയുന്നുള്ളൂ. അതിനുള്ള കാരണം ഇരിക്കുന്ന മണ്ണും നമ്മുടെ നാടും അന്യാധീനപ്പെടാതിരിക്കാൻ, ഛിന്ന ഭിന്നമാവാതിരിക്കാൻ എന്ന് മാത്രമാണ്.